കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യുക. കഴിഞ്ഞ ദിവസം മദ്രാസ് ഹൈക്കോടതി ഈ അഡൾട്ടറി അല്ലെങ്കിൽ അവിഹിതവുമായി ബന്ധപ്പെട്ട് അത് തെളിയിക്കുവാനായിട്ട് വേണ്ട പ്രധാനപ്പെട്ട തെളിവുകൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചിട്ട് ഒരു വിധി ഭർത്താവിന് അനുകൂലമായി വിധിച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകം മനസ്സിലാക്കുക, മദ്രാസ് ഹൈക്കോടതിയാണ്, സുപ്രീം കോടതി അല്ല. അപ്പോൾ അതെന്തൊക്കെയാണ് ആ പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് അവിഹിത ബന്ധത്തിന് സാഹചര്യ തെളിവുകൾ മാത്രം മതി എന്നാണ് മദ്രാസ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. പ്രധാനപ്പെട്ട സാഹചര്യ തെളിവുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് ദാമ്പത്യ തർക്കത്തിൽ അവിഹിത ബന്ധം തെളിയിക്കാൻ എപ്പോഴും നേരിട്ടുള്ള തെളിവുകൾ അല്ലെങ്കിൽ ഡയറക്റ്റ് എവിഡൻസ് ആവശ്യമില്ലെന്നാണ് മദ്രാസ് ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. ദെൻ വിവാഹേതര ബന്ധങ്ങൾ സാധാരണയായി രഹസ്യപരമായ സാഹചര്യങ്ങളിലായതിനാൽ നേരിട്ടുള്ള തെളിവുകൾ ലഭ്യമാക്കുക പലപ്പോഴും ബുദ്ധിമുട്ടാണെന്നും കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട തെളിവുകൾ നോക്കാം. ഗ്രാമവാസികളുടെ മൊഴികൾ അല്ലെങ്കിൽ നമ്മുടെ അയൽപ്പക്കത്തുള്ളവരുടെയോ ബന്ധുക്കളുടെയോ പ്രധാനപ്പെട്ട വിറ്റ്നസ് മൊഴികൾ, പെരുമാറ്റ രീതികൾ, ഈ പങ്കാളിയുടെ സ്വഭാവത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, പിന്നെ ഫോട്ടോകൾ, ഒരുമിച്ച് നിൽക്കുന്നതോ ഇരിക്കുന്നതോ ആയിട്ടുള്ള ഫോട്ടോകൾ, മറ്റൊരാളുടെ ഭാര്യ നൽകിയ പരാതികൾ എന്നിവ ഉൾപ്പെടെയുള്ള സാഹചര്യ തെളിവുകൾ പോലും കോടതി പരിഗണിക്കാമെന്നാണ് ഈ മദ്രാസ് ഹൈക്കോടതിയുടെ ബെഞ്ച് പറയുന്നത്. ഇത് നടന്നതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ CRPF കോൺസ്റ്റബിളായ ഭർത്താവ് വിവാഹമോചനം ആവശ്യപ്പെട്ട് നൽകിയ ഹർജിയിലാണ് ഈ ഒരു നിരീക്ഷണം ഉണ്ടായിട്ടുള്ളത്. ഫാമിലി കോടതി വിധി റദ്ദാക്കി മദ്രാസ് ഹൈക്കോടതി ഭർത്താവിന് അനുകൂലമായി വിധി നൽകി. അതായത് നേരത്തെ ഈ ഒരു കേസ് ഫാമിലി കോടതിക്ക് കൊടുത്തപ്പോൾ ഫാമിലി കോടതി റദ്ദാക്കിയിരുന്നു. പക്ഷേ ഹൈക്കോടതിയിൽ പോയപ്പോഴാണ് കോടതി ഭർത്താവിന് അനുകൂലമായിട്ടുള്ള ഈ ഒരു വിധി നൽകിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വിധി പ്രഖ്യാപിച്ചിട്ടുള്ളത് ജസ്റ്റിസ് CV കാർത്തികേയനും ജസ്റ്റിസ് K രാജശേഖരും അടങ്ങിയിട്ടുള്ള ബെഞ്ചാണ് ഈ ഒരു വിധി പുറപ്പെടുവിച്ചിട്ടുള്ളത് എന്നുള്ള ഒരു കാര്യം കൂടി മനസ്സിലാക്കുക. അപ്പോൾ അഡൾട്ടറിയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കോടതി വിധിയാണ്. അപ്പോൾ നിങ്ങളുടെ കേസുകളിൽ ഇതേപോലത്തെയുള്ള സാക്ഷിമൊഴികളോ ഫോട്ടോകളോ വീഡിയോസോ CCTV ഫൂട്ടേജുകളോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കത് തീർച്ചയായിട്ടും എവിഡൻസായിട്ട് ഉപയോഗിക്കുവാനായിട്ട് പറ്റും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.